ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. SNDP യോഗ നേതൃത്വത്തിലിരുന്ന് സമുദായത്തിനും വേണ്ടി ശബ്ദിക്കാതെ വെള്ളാപ്പള്ളിമാർക്ക് സമൂഹത്തെപ്പറ്റി പറയാൻ അവകാശമില്ലെന്നും വെള്ളാപ്പള്ളിമാരുടെ വാക്കുകളെയും ആഹ്വാനങ്ങളെയും നിലമ്പൂരിലെ വോട്ടർമാർ അവജ്ഞതയോടെ തള്ളിക്കളയുമെന്നും SNDP സംരക്ഷണ സമിതി നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ ഞങ്ങളുടെ നിലപാട്, ശ്രീനാരായണ സമൂഹത്തിൻ്റെ നിലപാട് അറിയിക്കുക എന്നതാണ് പ്രധാനമായും ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ജാതി കോമരങ്ങളുടെ നാടെന്ന് കേരളത്തെ വിശേഷിപ്പിച്ച ആ വിശേഷണത്തിൽ നിന്നും കേരളത്തെ മതസൗഹാർദ്ദത്തിന്റെ നാടാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനമായ SNDP യോഗത്തിന്റെ കെയർടേക്കർ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്ന് കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് നടത്തിയ പ്രസംഗം ഇന്നും ഇതിന്റെ മാറ്റൊലി കൊള്ളുകയാണ്. അതിന് പ്രത്യേക കാരണം കൂടി ഞങ്ങൾക്കുണ്ട് പറയാൻ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഈ പറയുന്ന കേരളത്തെ നവോത്ഥാന കേരളമാക്കി മാറ്റിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ലോക സർവമത സമ്മേളനം ആലുവായിൽ നടത്തിയതിന്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ആ 100ാം വാർഷികത്തിലാണ് മതാന്ധത ബാധിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് ഇരിക്കാൻ യോഗ്യനല്ലെങ്കിൽ പോലും അവിടെ ഇരുന്നു കൊണ്ട് മതാന്ധത ബാധിച്ച് മതവിദ്വേഷ പ്രസംഗം ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നടത്തി മലപ്പുറം ജില്ലയെയും അവിടെ നിവസിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ മലപ്പുറം നിവാസികളെ മുഴുവൻ ആക്ഷേപിക്കുക. ആ ആക്ഷേപം കൊണ്ട് ശ്രീനാരായണ സമൂഹത്തിന് മുഴുവൻ ഉണ്ടായ അപമാനം ചെറുതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകമായി ഇന്ന് ഇവിടെ വരാൻ കാരണം. ഇത് വെള്ളാപ്പള്ളിയുടെ ശബ്ദം ഈഴവ സമുദായത്തിന്റെ ശബ്ദമല്ല. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന് വേണ്ടി സംസാരിക്കുവാൻ അവകാശമില്ലാത്ത ഒരാളാണ്. ഞങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാട് ഈഴവ സമുദായത്തെ കഴിഞ്ഞ 28 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 60 വർഷക്കാലം പിന്നോട്ട് കൊണ്ടുപോയി ഈ സമുദായത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച് ഈ സമുദായത്തിന്റെ ഭൗതിക സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച വെള്ളാപ്പള്ളിമാരെയും അവരുടെ കുടുംബ പാർട്ടിയായ BDJSനെയും സഹായിക്കുന്ന ഏത് മുന്നണിയായാലും വ്യക്തിയായാലും അവരെ രാഷ്ട്രീയമായും സാമൂഹ്യമായും പരാജയപ്പെടുത്തുക, തിരസ്കരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. അതിൽ തയ്യാറല്ല. അപ്പൊ പ്രധാനമായും നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഏത് മുന്നണിയെ സഹായിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പറയുന്നു? ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് രഹസ്യമായും പരസ്യമായും ഈ 3 മുന്നണികളും വെള്ളാപ്പള്ളി നടേശനോടൊപ്പമാണ്. ചില പരസ്യമായി നിൽക്കുന്നു, ചില രഹസ്യമായി നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകും വെള്ളാപ്പള്ളിമാരുടെ യഥാർത്ഥ നിലപാട് എന്തായിരുന്നു. ഞങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാമെന്ന് അവരുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് അച്ഛനും മകനും ഉറപ്പ് നൽകി ഈ നിലമ്പൂരിൽ വന്ന് NDAയുടെ ഭാഗമായി മകനെ കൊണ്ട് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ മുഴുവൻ നടത്തിച്ച് പ്രസംഗിപ്പിക്കുന്നു.
അതേസമയം അങ്ങ് ട്രാവൻകൂർ പാലസിൽ UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തി അടൂർ UDF-ന് പിന്തുണ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. ഇവർ ആരോടൊപ്പം? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, വാക്കിനും നാക്കിനും നെറിയില്ലാത്ത ഈ പ്രസ്ഥാനത്തിന് അപമാനമായി മാറിയ, പരിഷ്കൃത സമൂഹത്തിന് പോലും അപമാനമായി മാറിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഞങ്ങൾ എന്തുകൊണ്ട് ഇയാളുടെ വാക്കുകളെ ഈഴവ സമുദായത്തിന്റെ വാക്കുകളായി കാണരുത് എന്ന് പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം ആ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനമാണ്. SNDP യോഗത്തിന്റെ ആസ്ഥാനം അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് 2016 ജപ്തി ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ജപ്തിക്ക് കാരണമെന്ന് പറയുന്നത് സാധാരണക്കാർക്ക്, പാവപ്പെട്ടവന് 3% പലിശ നിരക്കിൽ അവന്റെ നിത്യ നിദാന ചെലവുകൾക്ക് വരുമാനമുണ്ടാക്കുവാനുള്ള വ്യവസായങ്ങൾ, കുടിവ്യവസായങ്ങൾ തുടങ്ങുവാൻ ഗവൺമെന്റിൽ നിന്നും അനുവദിച്ച മൈക്രോ ഫിനാൻസ് തുക കൊള്ള പലിശയ്ക്ക് വേണ്ടി ഇയാൾ മറിച്ചു നൽകി. അത് കൊള്ളയടിക്കപ്പെട്ടു. അത് കണ്ടുപിടിക്കപ്പെട്ടപ്പോ ആ പണം തിരിച്ചടയ്ക്കാൻ കോർപ്പറേഷൻ, പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ആവശ്യപ്പെടുകയും അത് കൊടുക്കാതിരുന്നപ്പോ അവർ SNDP യോഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജപ്തി ചെയ്യുകയും ചെയ്തു. ഇതിൽ കൂടുതൽ അപമാനം എന്താണ്? ഇപ്പോ അവസാനമായി ഒരു പുതിയ കാര്യം കൂടി ഞങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. SNDP യോഗവും SN ട്രസ്റ്റും എന്ന് പറയുന്ന 2 സംഘടനാ സംവിധാനങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ഏജൻസി ഈഴവ സമുദായത്തിൻ്റെത് SN ട്രസ്റ്റ് ആണ്. ഏതാണ്ട് 40ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. അതിന്റെ ചെങ്ങന്നൂരിലെ ആലായിൽ നിലകൊള്ളുന്ന ചെങ്ങന്നൂർ SN കോളേജ്, അതിന്റെ ഭൂമി 72 ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം ജപ്തിയിലായിരിക്കുന്നു. അപ്പൊ SNDP യോഗത്തിന്റെ ആസ്ഥാനം ജപ്തി, SN ട്രസ്റ്റിന്റെ സമ്പത്ത് SN കോളേജ് ജപ്തിയായിരിക്കുന്നു. ഇതിൽ കൂടുതൽ അപമാനം എന്താണ്? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ ദർശനത്തെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി മാത്രമേ ചങ്ങാത്തം കൂടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് കൂടാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില അടവ് നയങ്ങൾ ഉണ്ടാവുമല്ലോ. ഒറ്റ പ്രാവശ്യമായാലും ശരി, ചെകുത്താനെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തിരിച്ച് ഞങ്ങൾ ഒറ്റ പ്രാവശ്യം സഹായിക്കും. ഏത് പാർട്ടിയുണ്ട് തൻ്റെ ഇടമുള്ളത്? തൻ്റെ ഇടമുള്ളൊരു പാർട്ടി ഉണ്ട്, അവർ മിണ്ടുന്നില്ല. ഞാൻ ഈ പറഞ്ഞൊരു ഉദാഹരണം പറയാം. 2016 വോട്ട് വീതം എന്ന് പറഞ്ഞല്ലോ. 2016 പിണറായി വിജയനെതിരായിട്ട് കേരളമെമ്പാടും ഹെലികോപ്റ്ററിൽ പോയി പ്രസംഗിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ ആണല്ലോ. എന്നിട്ട് എന്താ പിണറായി വിജയൻ പരസ്യമായി, VS അച്യുതാനന്ദൻ പരസ്യമായി വെള്ളാപ്പള്ളി നടേശനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് ആര് ജയിച്ചു? പിണറായി വിജയൻ ജയിച്ചു. വെള്ളാപ്പള്ളി ജയിച്ചു? ഇല്ല. സൂര്യൻ ജയിച്ചില്ലേ? പൃഥ്വിനെ തോപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ എവിടെല്ല? PC വിശ്വനാഥനെ തോപ്പിക്കുമെന്ന് പറഞ്ഞ ജയിച്ചില്ലേ PC വിശ്വനാഥൻ? ഈ കഴിഞ്ഞ ഉമാ തോമസ് എറണാകുളം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ ഉമാ തോമസിന്റെ വീട്ടിൽ നിയമസഭ അവിടെ ആളിനെ വിട്ട് അങ്ങോട്ടൊന്ന് വരണേ എന്ന് പറയും. ഉമാ തോമസ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. കാരണം PT തോമസിനോട് ഞങ്ങൾക്ക് ഒരാവുമില്ല. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ദർശനങ്ങളെയും ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ PT തോമസ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പലതും ചെയ്തിട്ടുണ്ട്. അതിനൊരു കടപ്പാട് ഞങ്ങൾ. അതുകൊണ്ടാണ് ഉമാ തോമസിന് ഞങ്ങൾ പിന്തുണ കൊടുത്തിരുന്നത് അന്ന്. ആ പിന്തുണ എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഉമാ തോമസ് ഒരു നിലപാടെടുത്ത് അന്ന് ശിവഗിരി പോയി അവിടെ സമാധി മണ്ഡപത്തിൽ അവിടെ പ്രാർത്ഥിച്ചു. അവർക്ക് വോട്ട് കിട്ടി. വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയി മറ്റു 2 സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെട്ടു. ഇതൊക്കെ ചരിത്രം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. അതെ, തീർച്ചയായും വേണ്ട എന്ന് പറഞ്ഞതിന്റെ മുൻപ് നടന്നതാണ് അവന്റെ സംവരണത്തെ അട്ടിമറിക്കാൻ EWS കൂട്ടുന്നു. അപ്പൊ സമുദായ താല്പര്യം പറയാത്ത, സമുദായത്തിന്റെ ശബ്ദം ഉയർത്താത്ത അയാൾ എങ്ങനെ ഈ സമൂഹത്തിന്റെ ആവശ്യം പറയും? ഈ സമൂഹത്തിനെ എങ്ങനെ അഭിസംബോധന ചെയ്യും? ആ വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത്? അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടില്ല, സമുദായ നിലപാടില്ല. ഇതാണ് ഇതിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തേണ്ട വിഷയങ്ങളെ ഉയർത്താതെ ജാതി സെൻസസും EWSഉം
ഈ സമൂഹത്തിനുണ്ടാക്കിയ പ്രത്യാഘാതത്തെ പറ്റി ഉയർത്തേണ്ട വിഷയത്തെ ഉയർത്താതെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ലാഘവത്തോടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി രാജ്യസഭ MP ആകാൻ വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴിയായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നു, സമ്പത്തുണ്ടാക്കാനുള്ള ഒരു കുറുക്ക് വഴിയായി മാറ്റുന്നു. ഇതാണ് വസ്തുത. SNDP യോഗത്തിന്റെ ആസ്ഥാനം ജപ്തി ചെയ്തു. SN ട്രസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് എത്തി. അതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ മിഷൻ ഉണ്ട് SN ശ്രീനാരായണ ട്രസ്റ്റിന്. അത് നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല. അത് കൊല്ലം കേന്ദ്രീകരിച്ച്, കൊല്ലം തലശ്ശേരി ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, മൂർക്കോത്ത് സ്മാരക ആശുപത്രി, അത് പൂട്ടി. ഡോക്ടർ പൽപ്പ് മെമ്മോറിയൽ ആശുപത്രി ആയൂര്, അത് പൂട്ടി. R ശങ്കർ മെമ്മോറിയൽ ആശുപത്രി പുനലൂര്, അത് പൂട്ടി. പുത്തൂർ R ശങ്കറിന്റെ ജന്മദേശത്ത് നാട്ടുകാർ സംഭാവന എടുത്ത് വാങ്ങി കൊടുത്ത 80 സെന്റ് സ്ഥലവും അവിടെ ആശുപത്രിയും പണിഞ്ഞു കൊടുത്തിട്ട് അതും പൂട്ടി. ശങ്കർ അദ്ദേഹത്തിന്റെ അധ്വാന ഫലമായി ഉണ്ടാക്കിയ ശങ്കേസ് ആശുപത്രി നിശേഷം നശിപ്പിച്ച് നാമാവശേഷമായി. ഇപ്പോ കോടതി കേസായിരിക്കുന്നു. ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റേ ഇല്ലാതാക്കി. അതിന്റെ ദുരന്തം എന്താണെന്നറിയോ? അത് വളരെ ഗുരുതരമായ ദുരന്തമുണ്ട്. ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ 10,000-കണക്കിന് ഈഴവ സമുദായത്തിലെ കുട്ടികൾ BSc നഴ്സിംഗും മെഡിസിനും പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അവന്റെ കുടുംബം പോറ്റുമായിരുന്നു. അതില്ലാതാക്കി. കുടുംബങ്ങളെ നിരാലംബരാക്കി. ഒരൊറ്റ കോളേജില്ല. നഴ്സിംഗ് കോളേജ് ഒരെണ്ണമാണുള്ളത്. അത് ഇന്നിപ്പോ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 6 ലക്ഷം രൂപ കോഴ കൊടുക്കണം. BSc നഴ്സിംഗിന്റെ അഡ്മിഷന് ഈഴവന് കൊടുക്കണമെങ്കിൽ 6 ലക്ഷം. അത് ഈഴവൻ വേണമെന്നില്ല. ഈഴവൻ 6, നായരാണെങ്കിൽ 6.5 ലക്ഷം, ക്രിസ്ത്യാനിയാണെങ്കിൽ 5 കൊടുത്താലും മതി. നിലമ്പൂരിൽ വന്ന് എന്താ പറഞ്ഞത്? നിലമ്പൂരിൽ എന്താ പറഞ്ഞത്? ഇവിടെ ഈ ഹിന്ദുക്കൾക്ക് ശ്വാസം വിടാതെ പോകാൻ പറ്റുന്നില്ല. ഈ മനുഷ്യൻ ഈ കഴിഞ്ഞ മാസം ഈരാറ്റുപേട്ടയിൽ ചെന്നെന്താ പറഞ്ഞേ? ക്രിസ്ത്യാനികളെല്ലാം കൊണ്ടുപോകുന്നു. ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ പ്രസംഗം അവിടെ കൊണ്ടുപോകുന്നു. ആരാ ഈരാറ്റുപേട്ടയിൽ പ്രസംഗം കഴിഞ്ഞിട്ട് വന്നു കയറിയ വീടറിയാവൂ? ഇദ്ദേഹത്തിന്റെ സ്വന്തം ബിനാമിയായി നിൽക്കുന്ന അവിടുത്തെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. അവിടെ ചെന്ന് ഈ സമ്പത്ത് മുഴുവൻ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് കടത്തുന്ന ഒരാളിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. SNDP യോഗത്തെയും SN ട്രസ്റ്റിനെയും നിഷ്കരണം ചവിട്ടിമെതിച്ച് ഒരു മതയാനയെ പോലെ ഈ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ പോലും മലീമസപ്പെടുത്തുന്ന ഇയാൾ, ഈ വെള്ളാപ്പള്ളി നടേശനും മകനും ഈ പ്രസ്ഥാനത്തെ നയിക്കുവാനോ അതിനെ പ്രതിനിധീകരിക്കാനോ യോഗ്യരല്ല. അവരുടെ വാക്കുകൾക്ക് ഈ സമൂഹം വില കൽപ്പിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉയർത്തേണ്ട വിഷയമുണ്ട്. ഏത് തെരഞ്ഞെടുപ്പിലും അതാത് സമുദായങ്ങളുടെ ഉണ്ടെങ്കിൽ അവർ ഏത് വിഷയം ഉയർത്തും. NSS വിഷയം ഉയർത്തി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. NSS ഇന്ന് ഉയർത്തിയ വിഷയം ജാതി സെൻസസ് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീരുമാനമെടുത്ത് പ്രധാനമന്ത്രി കത്തയച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇന്നുവരെ ഒരക്ഷരം ജാതി സെൻസസിനെ പറ്റി മിണ്ടിയിട്ടില്ല. അതൊരു വിഷയമാക്കേണ്ടതാണ്. ഒരു പൊതു ചർച്ച. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് നയത്തിന്റെ പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ സമുദായത്തിന്റെ വിഷയങ്ങൾ എന്താണ്? ആ സമുദായത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അത് ഉന്നയിച്ചിട്ടില്ല. അത് ഉന്നയിക്കേണ്ടത് എന്തുകൊണ്ട് ഉന്നയിച്ചില്ല? അതാണ് ചോദ്യം. NSS അവരുടെ സംഘടനാപരമായി അവരുടെ സമുദായത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് അവരുടെ ജാതി സെൻസസ് വേണ്ട എന്ന് അവർ ആവശ്യപ്പെടുമ്പോ, അതല്ല, ജാതി സെൻസസ് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ജനസംഖ്യാനുപാതികമായി ഈ സമ്പത്തിന്റെ വീതം വെപ്പും അത് എങ്ങനെയൊക്കെ കൊണ്ടുപോയി എന്നും ആർക്കൊക്കെ കിട്ടിയെന്നും ഇനി എന്തൊക്കെ കിട്ടാനുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള നയപരിപാടികൾ ഗവൺമെന്റുകൾക്ക് ഉണ്ടാകണമെങ്കിൽ, ബഡ്ജറ്റ് ഉൾപ്പെടെ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കണമെങ്കിൽ ജാതി സെൻസസ് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റുകൾക്ക് കത്തെഴുതുവാനും അവർ സമ്മർദ്ദം ചെലുത്തുവാനും ബാധ്യതപ്പെട്ടതാണ് SNDP യോഗം. എന്തുകൊണ്ടാണ് SNDP യോഗം ചെയ്യാത്തത്? ഒറ്റ കാരണം, ഒരേ ഒരു കാരണം, അയാൾക്ക് ഇപ്പം മകന് MP സ്ഥാനം വേണം, രാജ്യസഭാ അംഗത്വം വേണം. രാജ്യസഭാ അംഗത്വം കിട്ടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കാല് നക്കിക്കൊണ്ട് അയാൾ ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന
SNDP യോഗത്തിന്റെ പ്രഖ്യാപിത നിലപാടിനെ തള്ളിപ്പറയുന്ന ഈ പറയുന്ന ജനറൽ സെക്രട്ടറി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അല്ല, ഈഴവ സമുദായത്തിന്റെ നേതാവല്ല. അതിനൊരു മുമ്പുദാഹരണം കൂടിയുണ്ട് ഞാനിത് പറയാൻ കാര്യം. എന്താണ്? 2019 ശബരിമല വിഷയം നടന്നു. നിങ്ങൾക്കെല്ലാം അറിയാം. ശബരിമല വിഷയം നടന്നപ്പോ വളരെ പ്രധാനപ്പെട്ട സമുദായങ്ങൾ എന്നുള്ള നിലയിൽ NSSഉം SNDP യോഗവും രംഗത്ത് വന്നു. SNDP യോഗം ആദ്യം വന്നില്ല. NSS അവരുടെ നിലപാട് അവർ വ്യക്തമായി അവർ പ്രഖ്യാപിച്ചു. അവരതുമായി മുന്നോട്ട് പോയി. SNDP യോഗം ഒരു നിലപാടില്ലാതെ മകൻ NSSനൊപ്പം, അച്ഛൻ പിണറായിക്കൊപ്പം രണ്ടിടത്തും കാലുവെച്ചു. SNDP യോഗത്തിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് 58 അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം കിട്ടണം. 2019 നടന്നത്. ഇത് KK മഹേശന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. ഞങ്ങൾ തരാം, നിങ്ങൾക്ക് തരാം. 58 അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം കിട്ടണം. 58 അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം കിട്ടുമ്പോ ഏതാണ്ട് 10-40 കോടി രൂപ പുള്ളിയുടെ വീട്ടിൽ കിട്ടും. ഇതൊന്നും ട്രസ്റ്റിലെ യോഗത്തിൽ മരവെക്കുന്നില്ല. മറിച്ച് NSS ആവശ്യപ്പെട്ട അറിയോ എന്താണ്? NSS പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന EWS കേരളത്തിൽ നടപ്പിലാക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമത്തെ അതിവേഗത്തിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കേരളമാണ്. ആർക്കു വേണ്ടി? NSS പറഞ്ഞതുകൊണ്ട്. നിലപാട് SNDP യോഗത്തെയും SN ട്രസ്റ്റിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ സഹായിക്കുന്ന ആരായാലും ശരി അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇപ്പോൾ 3 മുന്നണികളുടെയും നിലപാട് ഏകദേശം ഇങ്ങനെയാണ്. അവരെ തിരുത്തിയാൽ, ആര് തിരുത്തുന്നു തിരുത്തണം, അതാണ് ആവശ്യപ്പെടുന്നത്. പരസ്യമായി തിരുത്താൻ തയ്യാറായാൽ ഞങ്ങളുടെ സഹായം ഉണ്ടാവും. 3 മുന്നണിക്കും പിന്തുണ കൊടുക്കാം. പരസ്യമായി തള്ളി പറയണം. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നയാൾ ഈ സമുദായത്തെയും സമൂഹത്തെയും ദ്രോഹിക്കുന്നയാളെന്നുള്ള കണക്ക് സഹിതം ഞങ്ങൾ നിവേദനം കൊടുക്കുന്നുണ്ട്. ഒരുപാട് നിവേദനം കൊടുത്ത എല്ലാവർക്കും. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ CPMന്റെ കേന്ദ്ര ഓഫീസുമായി ജനറൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് സംസാരിച്ചു. ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ, പ്രവൃത്തിയിൽ അവരുടെ കൂടെ. അവർക്ക് വേണ്ടെന്നുള്ളതല്ല, അവര് അതിന് തയ്യാറല്ല, അംഗീകരിക്കുന്നില്ലെന്നുള്ള അതിന്റെ കാരണം ഞാൻ വോട്ട് വിഹിതത്തിന്റെ അല്ല, സോറി സർ, ഞാൻ ഉത്തരം പറയാം. വോട്ട് വിഹിതത്തിനാണെങ്കിൽ നിങ്ങളുടെ ഈ നിലമ്പൂർ ഉൾക്കൊള്ളുന്നതാണല്ലോ വയനാട് മണ്ഡലം. ആണല്ലോ. ഈ വയനാട് മണ്ഡലത്തിൽ 2019 SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റും BDS സംസ്ഥാന അഖിലേന്ത്യാ ചെയർമാനോ സംസ്ഥാന ചെയർമാൻ എന്ത് ചെയർമാനായാലും സുഷാരോട് മത്സരിച്ചായിരുന്നല്ലോ. അതിനു മുമ്പ് അയാൾ 2019 മുമ്പ് 2014 മത്സരിച്ച BJPയുടെ ഒരു പട്ടുണ്ടായിരുന്നു, പട്ടാൻ തോന്നുന്നു. അദ്ദേഹത്തിന് കിട്ടിയ 1,1,4 ലക്ഷം വോട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി കിട്ടിയ 78,000 വോട്ടാ. അപ്പൊ പിന്തുണയുണ്ടോ? വോട്ടുണ്ടോ? അപ്പൊ വോട്ട് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് അല്ല, സമുദ്രസമിതിയല്ലേ. Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakara. ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം.